ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2025 അക്ഷരമുറ്റം ക്വിസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അക്ഷരമുറ്റം ക്വിസിൻ്റെ സബ് ജില്ലാ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ പത്രവാർത്ത. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ഇതിൽ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുകയും ചെയ്യുക. കാരണം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും അവസാനം ഉണ്ടാകുന്നതാണ് ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ. എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണത്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ അക്ഷരമുറ്റം ക്വിസിൻ്റെ വീഡിയോയിലെ വിന്നറും അതുപോലെ തന്നെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ അക്ഷരമുറ്റം ക്വിസിലെ ചോദ്യം ഇതായിരുന്നു, അതായത് ബോണസ് ചോദ്യം ഇതായിരുന്നു: കുടുംബശ്രീ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ ജില്ല ഏതാണ്? കുടുംബശ്രീ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ ജില്ല ഏതാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം മലപ്പുറം ജില്ലയാണ്. ഇനി ആരൊക്കെയാണ് ശരിയുത്തരം കമൻറ്റ് ചെയ്ത വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ നാജ, അമേയ എസ്, ശ്രിന്ദ, അതുപോലെ തന്നെ അലൈദേവ് KP, മണിപുരം, അതുപോലെ തന്നെ അമൃത എന്നീ കുട്ടികളാണ്. ഇവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ. അപ്പോൾ ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ലോക ഡോക്ടേഴ്സ് ദിനം എന്നാണ്? ചോദ്യം ലോക ഡോക്ടേഴ്സ് ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 1-ാം തീയതി. അതായത് ലോക ഡോക്ടേഴ്സ് ദിനം അഥവാ വേൾഡ് ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1-ാം തീയതിയാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജൂലൈ 1-ാം തീയതി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചതാര്? ഉത്തരം ദലൈലാമ. അതായത് വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ച ആളുടെ പേരാണ് ദലൈലാമ. ഉത്തരം ദലൈലാമ. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന പുതിയ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ഉത്തരം റെയിൽ വൺ. അതായത് ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് റെയിൽ വൺ എന്നത്. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന പുതിയ ആപ്ലിക്കേഷനാണിത്. ഉത്തരം റെയിൽ വൺ. വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം കൊട്ടാരക്കര. അതായത് കേരളത്തിലെ ആദ്യത്തെ AI ആൻഡ് റോബോട്ടിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് കൊട്ടാരക്കരയിലാണ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൊട്ടാരക്കര. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏറ്റവും വലിയ മെഗാ ശുചിത്വ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ഉത്തരം നുവാപാഡ. അതായത് ഒഡീഷയിലെ ജില്ലയാണിത്, നുവാപാഡ. ഏറ്റവും വലിയ മെഗാ ശുചിത്വ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ഒഡീഷയിലെ നുവാപാഡ. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നുവാപാഡ. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. RBIയുടെ 90-ാം വാർഷികത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ സീരീസ് ഏതാണ്? ഉത്തരം RBI അൺലോക്ക്ഡ് ബിയോണ്ട് ദി റുപ്പി. അതായത് RBIയുടെ 90-ാം വാർഷികത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ സീരീസാണ് RBI അൺലോക്ക്ഡ് ബിയോണ്ട് ദി റുപ്പി.
ഏഴാമത്തെ ചോദ്യം ഇതാണ്. 2025-26 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകാൻ പോകുന്നത് ഏത് ജില്ലയാണ്? ഉത്തരം തൃശ്ശൂർ ജില്ല. അതായത് 2025-26 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാവാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയാണ്. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തൃശ്ശൂർ. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് ഗുജറാത്തിലെ ആനന്ദിലാണ്. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം രാജസ്ഥാൻ. വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനത്തിൻ്റെ പേരാണ് രാജസ്ഥാൻ. ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രാജസ്ഥാൻ. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നതെവിടെ? ഉത്തരം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലാണ്. അതായത് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2026 ബ്രിക്സ് ഉച്ചകോടി വേദിയാകുന്നത് എവിടെയാണ്? 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെ? ഉത്തരം ഇന്ത്യ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഇന്ത്യയാണ്. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ത്യ. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം നമ്മുടെ കേരളത്തിലെ മാവേലിക്കരയിലാണ്. അതായത് രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം അഥവാ ഹണി മ്യൂസിയം നിലവിൽ വരുന്നത് മാവേലിക്കരയിലാണ്. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാവേലിക്കര. 13ാമത്തെ ചോദ്യം ഇതാണ്. ഗവൺമെൻറ് സർവീസിൽ സ്ത്രീകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ബീഹാർ. അതായത് ഗവൺമെൻറ് സർവീസിൽ സ്ത്രീകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ബീഹാർ. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ബീഹാർ സംസ്ഥാനം. വീഡിയോയിലെ 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആഗോള ഊർജ്ജ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? 14ാമത്തെ ചോദ്യം ഇതാണ്. ആഗോള ഊർജ്ജ സ്വാതന്ത്ര്യ ദിനം എന്ന്? ഉത്തരം ജൂലൈ 10-ാം തീയതി. അതായത് ആഗോള ഊർജ്ജ സ്വാതന്ത്ര്യ ദിനമാണ് ജൂലൈ 10-ാം തീയതി. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജൂലൈ 10. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യവും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ PDFകൾ ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യം. ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം എന്നാണ്? ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം എന്ന്? ഉത്തരം ജൂലൈ 30. അതായത് ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം ജൂലൈ 30-ാം തീയതിയാണ്. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജൂലൈ 30. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം.
ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബോണസ് ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ LPG നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഉത്തരമറിയുന്ന എല്ലാവരും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ നിങ്ങളുടെ പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നറിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.